1945 ക്രിസ്മസ് ഈവ് രാത്രി അമേരിക്കയിലെ വെസ്റ്റ് വെർജീനിയയിലെ ഫാറ്റ്വില്ലെ എന്ന ചെറിയ പട്ടണത്തിൽ സോഡർ എന്ന കുടുംബം ഒരു ദുരന്തത്തിൽ അകപ്പെട്ടു. ജോർജ് സോഡറിൻ്റെയും ജെനി സോഡറിൻ്റെയും വീടിന് തീപിടിച്ചു. അവരുടെ 10 മക്കളിൽ 5 പേർ, മോറിസ്, മാർത്ത, ലൂയിസ്, ജെനി, ബെറ്റി എന്നിവർ അപ്രത്യക്ഷരായി. ഈ ദുരന്തം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായി മാറി. ഈ വീഡിയോയിൽ സോഡർ കുടുംബത്തിൻ്റെ ഈ അവിസ്മരണീയ ദുരന്തത്തിൻ്റെ വിശദാംശങ്ങൾ, അന്വേഷണങ്ങൾ, സിദ്ധാന്തങ്ങൾ, ഈ രഹസ്യം മലയാളി പ്രേക്ഷകർക്കായി മനസ്സിലാകുന്ന രീതിയിൽ വിവരിക്കുന്നു. വെൽക്കം ബാക്ക്. ജോർജ് സോഡർ 1908 13-ാമത്തെ വയസ്സിൽ അമേരിക്കയിലേക്ക് കുടിയേറിയതാണ്. ഇറ്റലിയിൽ നിന്ന് എല്ലിസ് ഐലൻഡിലെത്തിയ അയാൾ ഒറ്റയ്ക്കാണ് അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിയത്. കഠിനാധ്വാനിയായ ജോർജ് തൻ്റെ ജീവിതം പെൻസിൽവാനിയ റെയിൽവേയിൽ തൊഴിലാളികൾക്ക് വെള്ളവും സാധനങ്ങളും എത്തിച്ചുകൊണ്ട് ജീവിതം തുടങ്ങി. പിന്നീട് വെസ്റ്റ് വെർജീനിയയിലെ സ്മിത്തേഴ്സിലേക്ക് മാറി. അവിടെ ഒരു ട്രക്കിംഗ് ബിസിനസ് ആരംഭിച്ചു. കൽക്കരി, ചരക്ക്, മണ്ണ് എന്നിവ കൊണ്ടുപോകുന്ന ഈ ബിസിനസ് അയാളെ ഒരു വിജയകരമായ വ്യവസായിയാക്കി. ജെനി സിപ്രാനി ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു വ്യവസായിയുടെ മകൾ പിന്നീട് ജോർജിൻ്റെ ജീവിത പങ്കാളിയായി. 1923-നും 1943-നും ഇടയിൽ അവർക്ക് 10 മക്കൾ ജനിച്ചു. ജോൺ, ജോ, മറിയോൺ, ജോർജ് ജൂനിയർ, മോറിസ്, മാർത്ത, ലൂയിസ്, ജെനി, ബെറ്റി, സിൽവിയ. ഫാറ്റ്വില്ലയിലെ ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ സമൂഹത്തിനിടയിൽ സോഡർ കുടുംബം ഏറ്റവും ബഹുമാനിക്കപ്പെട്ട മധ്യവർഗ കുടുംബങ്ങളിൽ ഒന്നായാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ജോർജിൻ്റെ ശക്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഇറ്റാലിയൻ ഫാസിസ്റ്റ് ഭരണാധികാരി ബെനിറ്റോ മുസോളിനിയോടുള്ള എതിർപ്പ് ചില ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കിടയിൽ വിവാദങ്ങൾക്ക് കാരണമായി. 1945 ഡിസംബർ 24 ക്രിസ്മസ് ഈവ്. സോഡർ കുടുംബം ഒരു സന്തോഷകരമായ ക്രിസ്മസ് ആഘോഷത്തിലായിരുന്നു. മൂത്ത മകൾ മറിയോൺ ഫാറ്റ്വില്ലയിലെ ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു. അവൾ തൻ്റെ ഇളയ സഹോദരിമാർക്ക് സമ്മാനമായി കളിപ്പാട്ടങ്ങൾ വാങ്ങി. മാർത്ത, ജെനി, ബെറ്റി എന്നിവർ ആവേശത്തോടെ കളിപ്പാട്ടങ്ങളുമായി കളിച്ചു. രാത്രി 10 മണിയോടെ ജെനി മക്കളോട് കിടക്കാൻ പോകാൻ പറഞ്ഞു. പക്ഷേ മോറിസിനോടും ലൂയിസിനോടും പശുക്കളെ തൊഴുത്തിലേക്ക് മാറ്റാനും കോഴികൾക്ക് തീറ്റ കൊടുക്കാനും ഓർമ്മിപ്പിച്ചു. ജോർജും മൂത്ത മക്കളായ ജോണും ജോർജ് ജൂനിയറും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ജെനി 2 വയസ്സുള്ള സിൽവിയെ എടുത്ത് മുകളിലെ മുറിയിലേക്ക് പോയി. രാത്രി 12:30 ജെനി ഒരു വിചിത്രമായ ഫോൺ കോൾ ഉണർത്തി. ഒരു അപരിചിത സ്ത്രീ നിന്റെ ഭർത്താവ് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. തുടർന്നൊരു വിചിത്രമായ ചിരിയോടെ ഫോൺ വെച്ചു. ജെനി ഇതിനെ ഒരു തെറ്റായ ഫോൺ കോളായി കരുതി. വീണ്ടും ഉറങ്ങാൻ പോയി. എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു ഉച്ചത്തിലുള്ള ശബ്ദം, ഒരു വസ്തു മേൽക്കൂരയിൽ വീഴുന്നത് പോലെ അവരെ ഞെട്ടിച്ചുയർത്തി. താമസിയാതെ വീടിൻ്റെ താഴത്തെ നിലയിൽ നിന്ന് പുക ഉയരുന്നത് ജെനി ശ്രദ്ധിച്ചു. ജോർജും ജെനിയും മക്കളെ ഉണർത്തി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. ജോൺ, ജോർജ് ജൂനിയർ, മറിയോൺ, സിൽവിയ എന്നിവർ രക്ഷപ്പെട്ടു. പക്ഷെ മോറിസ്, മാർത്ത, ലൂയിസ്, ജെനി, ബെറ്റി എന്നിവർ മുകളിലെ മുറികളിൽ കുടുങ്ങി. തീ അതിവേഗം പടർന്നു. ജോർജ് തൻ്റെ മക്കളെ രക്ഷിക്കാൻ വീട്ടിലേക്ക് തിരികെ ഓടി. പക്ഷേ തീജാലുകൾ കോണിപ്പടികളെ വിഴുങ്ങിയിരുന്നു. എല്ലായ്പ്പോഴും വീടിന് പുറത്ത് വെച്ചിരുന്ന ഗോവണി അന്ന് രാത്രി അപ്രത്യക്ഷമായിരുന്നു. പിന്നീട് അത് 22 മീറ്റർ അകലെ ഒരു കുഴിയിൽ കിടക്കുന്നതായി കണ്ടെത്തി. ജോർജ് തൻ്റെ ട്രക്കുകളിലൊന്ന് വീടിനടുത്തേക്ക് ഓടിച്ച് അതിൻ്റെ മുകളിൽ കയറി ജനാലകളിലൂടെ മക്കളെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുൻ ദിവസം വരെ ശരിയായി പ്രവർത്തിച്ചിരുന്ന ട്രക്കുകൾ ആ രാത്രി സ്റ്റാർട്ട് ചെയ്തില്ല. അടുത്തുള്ള മഴവെള്ളം സൂക്ഷിച്ചിരുന്ന ബാരലിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് മഞ്ഞുകട്ടയായിരുന്നു. ഫാറ്റ്വില്ലെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കാൻ മറിയോൺ അയലത്തെ വീട്ടിലേക്ക് ഓടി. പക്ഷേ ഫോൺ ലൈനുകൾ പ്രവർത്തിച്ചില്ല. ഒരു അയൽവാസി ഫയർ സ്റ്റേഷനിലേക്ക് ഓടി. പക്ഷേ അവർക്ക് 7 മണിക്കൂർ കഴിഞ്ഞാണ് സ്ഥലത്തെത്താൻ കഴിഞ്ഞത്. തീ അണച്ചപ്പോൾ വീട് പൂർണ്ണമായും ചാരമായി മാറിയിരുന്നു. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം 5 കുട്ടികളുടെ ശരീരാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായില്ല എന്നതാണ്. സാധാരണയായി ഒരു വീട്ടിൽ തീപിടുത്തം നടന്നാൽ എല്ലുകളോ പല്ലുകളോ എങ്കിലും ശേഷിക്കും. എന്നാൽ സോഡർ വീടിൻ്റെ അവശിഷ്ടങ്ങളിൽ ഒന്നും കണ്ടെത്തിയില്ല. ഫയർ മാർഷൽ തീ 2000 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ എത്തിയതിനാൽ കുട്ടികളുടെ ശരീരം പൂർണ്ണമായും ചാമ്പലായി എന്ന് പ്രസ്താവിച്ചു. എന്നാൽ ഒരു ഓഹായോ ശവസംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് 1947 ലഭിച്ച റിപ്പോർട്ട് ഇതിനെ എതിർത്തു. 2000 ഡിഗ്രി 2 മണിക്കൂർ ശവസംസ്കരണം നടത്തിയാലും എല്ലുകൾ ശേഷിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി. ജോർജും ജെനിയും ഔദ്യോഗിക അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ജോർജിൻ്റെ വീടിൻ്റെ വൈദ്യുതി വയറിംഗ് തീപിടുത്തത്തിന് മുമ്പ് ഒരു പ്രാദേശിക വൈദ്യുത കമ്പനി പരിശോധിച്ചിരുന്നു. അത് നല്ല നിലയിലാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും തീപിടുത്തത്തിൻ്റെ കാരണം വൈദ്യുത തകരാറ് എന്നാണ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞത്. കൂടാതെ തീപിടുത്ത സമയത്ത് വീടിൻ്റെ ക്രിസ്മസ് ട്രീ ലൈറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. ഇത് വൈദ്യുത തകരാറ് സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തു.
ഔദ്യോഗിക അന്വേഷണത്തിൽ അവിശ്വാസം വളർന്നതോടെ ജോർജും ജെനിയും സ്വന്തം നിലയ്ക്ക് അന്വേഷണം ആരംഭിച്ചു. അവർ വീടിൻ്റെ സ്ഥലത്ത് ഒരു സ്മാരക ഉദ്യാനം നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് ജോർജ് അവശിഷ്ടങ്ങൾ ഒരു ബുൾഡോസർ ഉപയോഗിച്ച് നീക്കം ചെയ്തു. ഇത് തെളിവുകൾ നഷ്ടപ്പെടാൻ കാരണമായേക്കാമെന്ന് പിന്നീട് വിമർശിക്കപ്പെട്ടു. 1949 ജോർജ് ഒരു പാത്തോളജിസ്റ്റിന്റെ സഹായത്തോടെ സ്ഥലം വീണ്ടും പരിശോധിച്ചു. അവിടെ 16-17 വയസ്സുള്ള ഒരാളുടേതെന്ന് കരുതപ്പെടുന്ന മനുഷ്യന്റെ നട്ടലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. എന്നാൽ ഇത് സോഡർ കുട്ടികളുടേതല്ലെന്ന് തെളിഞ്ഞു. കാരണം അവരുടെ പ്രായം 5 മുതൽ 14 വരെ മാത്രമായിരുന്നു. തീപിടുത്തത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ സോഡർ കുടുംബത്തിന്റെ സംശയങ്ങളെ കൂടുതൽ വർദ്ധിപ്പിച്ചു. ഒരു ഇൻഷുറൻസ് ഏജന്റ് ജോർജിനോട് ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജോർജ് നിരസിച്ചു. അപ്പോൾ ഏജന്റ് ദേഷ്യത്തോടെ പറഞ്ഞു, നിന്റെ വീട് തീയിൽ കത്തും, നിന്റെ മക്കൾ നശിക്കും, മുസോളിനിയെക്കുറിച്ചുള്ള നിന്റെ വൃത്തികെട്ട പരാമർശങ്ങൾക്ക് നിന്നെ ശിക്ഷിക്കും. ഈ ഏജന്റ് പിന്നീട് തീപിടുത്തം അപകടം എന്ന് സ്ഥാപിക്കാൻ വന്ന കൊറോണർ ജൂറിയിൽ അംഗമായിരുന്നു. തീപിടുത്തത്തിന് മാസങ്ങൾക്ക് മുമ്പ് ഒരു അപരിചിതൻ വീടിൻ്റെ പുറകിലുള്ള ഫ്യൂസ് ബോക്സ് പരിശോധിച്ച് ഇതൊരു ദിവസം തീപിടുത്തത്തിന് കാരണമാകുമെന്ന് പറഞ്ഞു. സോഡർ കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കറുത്ത കാക്ക് അവരെ പിന്തുടരുന്നതായി ശ്രദ്ധിച്ചിരുന്നു. 1968 ജെനിക്ക് ഒരു കത്ത് ലഭിച്ചു. അതിൽ ഒരു യുവാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നിൽ എഴുതിയിരുന്നത്, ലൂയിസ് സോഡർ, ഞാൻ സഹോദരൻ ഫ്രാങ്കിയെ സ്നേഹിക്കുന്നു, ലിൽ ബോയ്സ് A90132. ഈ ഫോട്ടോ അന്ന് 9 വയസ്സുള്ള ലൂയിസിൻ്റെ മുതിർന്ന രൂപത്തിന് സമാനമായിരുന്നു. എന്നാൽ ഫ്രാങ്കി എന്ന പേര് കുടുംബത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. സോഡർ കുടുംബം തങ്ങളുടെ കുട്ടികൾ തീപിടുത്തത്തിൽ മരിച്ചിട്ടില്ല, മറിച്ച് കാണാതായതാണെന്ന് വിശ്വസിച്ചു. ഇതിനെ പിന്തുണയ്ക്കുന്ന ചില തെളിവുകളുമുണ്ട്. ഒരു സ്ത്രീ തീപിടുത്ത സമയത്ത് കുട്ടികളെ ഒരു കാറിൽ കണ്ടതായി പറഞ്ഞു. മറ്റൊരാൾ അടുത്ത ദിവസം ഒരു ഹോട്ടലിൽ കുട്ടികളെ കണ്ടതായി അവകാശപ്പെട്ടു. ജോർജിന്റെ മുസോളിനി വിരുദ്ധ നിലപാട് ഇറ്റാലിയൻ മാഫിയയുമായി ഏറ്റുമുട്ടലിന് കാരണമായിരിക്കാം. 1968 കത്തിലെ A90132 എന്നത് അക്കാലത്തെ സിസിയിലെ പലേർമോയുടെ പോസ്റ്റൽ കോഡായിരുന്നു. ഇത് മാഫിയ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. തീപിടുത്തത്തിന്റെ അന്വേഷണം ശരിയായി നടന്നില്ല. ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ വൈകിയെത്തൽ, ഫോൺ ലൈനുകൾ മുറിഞ്ഞത്, ഗോവണിയുടെ അപ്രത്യക്ഷത എന്നിവ സംശയാസ്പദമായിരുന്നു. മറുവശത്ത് ചിലർ വിശ്വസിക്കുന്നത് കുട്ടികൾ തീപിടുത്തത്തിൽ മരിച്ചുവെന്നാണ്. വീടിൻ്റെ അടിത്തട്ടിൽ ഒരു കൽക്കരി കൂമ്പാരം ഉണ്ടായിരുന്നതിനാൽ തീ അസാധാരണമായി ചൂടേറിയതായിരിക്കാം. ഇത് ശരീരാവശിഷ്ടങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചിരിക്കാം. ജോർജും ജെനിയും തങ്ങളുടെ ജീവിതം മുഴുവൻ മക്കളെ കണ്ടെത്താൻ വേണ്ടി ചിലവഴിച്ചു. 1952 അവർ റൂട്ട് 16 ഒരു ബിൽബോർഡ് സ്ഥാപിച്ചു. കുട്ടികളുടെ ചിത്രങ്ങളും $5000 പാരിതോഷികവും വാഗ്ദാനം ചെയ്തു. ഈ ബിൽബോർഡ് 1989 ജെനി മരിക്കുന്നതുവരെ നിന്നു. അവർ FBI സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ജെ എഡ്ഗർ ഹോവർ ഇത് പ്രാദേശിക അന്വേഷണത്തിന്റെ പരിധിയിലാണെന്ന് പറഞ്ഞ് നിരസിച്ചു. സ്വകാര്യ അന്വേഷകരെ വാടകയ്ക്കെടുത്തെങ്കിലും ഫലപ്രദമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. 1967 ഫോട്ടോ അന്വേഷിക്കാൻ വാടകയ്ക്കെടുത്ത ഒരു അന്വേഷകൻ CC ടിൻസ്ലി പിന്നീട് അപ്രത്യക്ഷനായി. ഇത് രഹസ്യത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. ജോർജ് 1969 മരിച്ചു. ജെനി 1989 മരിക്കുന്നതുവരെ കറുത്ത വസ്ത്രം ധരിച്ച് മക്കളെ തേടി. അവരുടെ അവസാനത്തെ മകൾ സിൽവിയ 2021 മരിക്കുന്നതുവരെ ഈ രഹസ്യം പരസ്യമാക്കി. സോഡർ കുടുംബത്തിന്റെ കഥ അമേരിക്കൻ ചരിത്രത്തിലെ ഒരു അവിസ്മരണീയ ദുരന്തമായി തുടരുന്നു. ബുക്കുകൾ, ഡോക്യുമെൻ്ററികൾ, പോഡ്കാസ്റ്റുകൾ എന്നിവ ഈ കേസിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. സോഡർ കുടുംബത്തിൻ്റെ കഥ നഷ്ടത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു സാമ്പത്തിക കഥയാണ്. മലയാളി പ്രേക്ഷകർക്ക് ഈ കഥ ഒരു കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും പ്രതിസന്ധികളിൽ ഒരിക്കലും കീഴടങ്ങാത്ത മനോഭാവവും ഓർമ്മിപ്പിക്കുന്നു. ഒരു ദുരന്തം ഒരു കുടുംബത്തെ എങ്ങനെ ഒന്നിപ്പിക്കുകയും അവരുടെ ജീവിതത്തെ എന്നേക്കും മാറ്റിമറിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഥ. 79 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സോഡർ കുട്ടികളുടെ വിധി ഒരു രഹസ്യമായി തുടരുന്നു. അവർ തീപിടുത്തത്തിൽ മരിച്ചോ അതോ അപഹരിക്കപ്പെട്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ നിരന്തരമായ പ്രത്യാശയുടെയും സത്യത്തിനായുള്ള അവരുടെ അന്വേഷണത്തിൻ്റെയും പ്രതീകമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.